ട്വന്റി അവർ തുടരുകയാണ്. രാജ്യതലസ്ഥാനത്ത് 17കാരൻ കുത്തേറ്റ് മരിച്ചു. കൊലപ്പെടുത്തിയത് 3 കൗമാരക്കാർ ചേർന്ന്. സിഗരറ്റ് നൽകാത്തത് പ്രകോപനമെന്ന സംശയം. ഡൽഹി മംഗോൽപുരിയിൽ നടന്ന സംഭവമാണ്. 17 വയസ്സുള്ള ലാലു എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത്. ആ ലാലുവിനെ കൊന്നതും 3 കൗമാരക്കാരാണ്. ആ 3 പേർ ചേർന്ന് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അവിടെ മംഗോൽപുരിക്ക് അടുത്തുള്ള ഒരു പാർക്ക്, ആ പാർക്കിന് സമീപം ഈ 4 പേരും തമ്മിലുണ്ടായ ഒരു നിസാര തർക്കം. ആ നിസാര തർക്കത്തിന് ഒടുവിലാണ് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ആ വഴക്കിന്റെ കൃത്യമായിട്ടുള്ള കാരണം പോലീസ് അന്വേഷിച്ചു വരികയാണ്. പക്ഷെ എന്നാലും ചില വിവരങ്ങൾ പുറത്തു വരുന്നത്, ഈ 3 അംഗ സംഘം ഈ ലാലു ഒരു ചെറിയ കടയിൽ നിൽക്കുകയാണ്. ആ കടയിൽ നിന്നും സിഗരറ്റ് നൽകാൻ ആവശ്യപ്പെട്ടു. പക്ഷേ പ്രായപൂർത്തിയാകാത്ത കൗമാരക്കാർക്ക് സിഗരറ്റ് നൽകാൻ അവൻ വിസമ്മതിച്ചു. ഇതേ തുടർന്ന് തർക്കം ആരംഭിച്ചു എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് വ്യക്തമായത്. ഈ പ്രായപൂർത്തിയാകാത്ത 3 പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പോലീസ്. ഒപ്പം കൊലപാതക കുറ്റവും ചുമത്തിയിട്ടുണ്ട്. വളരെ ക്രൂരമായിട്ടുള്ളൊരു കൊലപാതകമായിരുന്നു ആ കൗമാരക്കാർ നടത്തിയത് എന്ന് പറയാതെ വയ്യ. ലാലു എന്ന യുവാവിന്റെ കഴുത്തിൽ, നെഞ്ചിൽ, വയറിൽ ഈ ഭാഗങ്ങളിലൊക്കെ കുത്തേറ്റു. അതായത് കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ അവർ ആക്രമണം നടത്തിയെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ബീഹാർ സ്വദേശിയാണ് ലാലു. 15 ദിവസം മുമ്പ് മാത്രമാണ് ഈ ലാലു ഡൽഹിയിലേക്ക് എത്തുന്നത്. ഒരു ജോലി തേടി, കുടുംബം പുലർത്താൻ, ഉപജീവനം തേടിയാണ് അവൻ ഡൽഹിയിലേക്ക് വരുന്നത്. പക്ഷെ ഡൽഹിയിൽ വന്നു 15-ാം ദിനം ദാരുണമായി അവന്റെ ജീവൻ തന്നെ ഇല്ലാതായി. സഹോദരനാണ്, ബന്ധു സഹോദരൻ. ആ സഹോദരന്റെ ഒരു ചെറിയ സ്നാക്ക് പാർലർ ഉണ്ട്. ചെറിയ ചെറുകടികൾ, ഒപ്പം സിഗരറ്റ് പോലുള്ള വസ്തുക്കളൊക്കെ കിട്ടുന്ന ഒരു സ്നാക്ക് പാർലർ. ആ സ്നാക്ക് പാർലറിൽ ജോലി ചെയ്യാനെന്ന മട്ടിലാണ് നാട്ടിൽ നിന്ന് ഈ സഹോദരൻ വിളിച്ചതനുസരിച്ച് ഇവൻ ഡൽഹിക്ക് വണ്ടി കയറുന്നു. അങ്ങനെ ആ കടയിൽ അത്യാവശ്യം കടയിലെ വൃത്തിയാക്കലും ചെറിയ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്ന ജോലിയുമായി ഉപജീവനം നടത്തുകയായിരുന്നു 15 ദിവസമായി ലാലു. പക്ഷേ അപ്പോഴാണ് ഈ സംഭവമെല്ലാം നടക്കുന്നത്. അവന്റെ സഹോദരൻ: सर, घटना ये हुई है, मेरा भाई 15 दिन पहले गांव से आया था, बिहार से, है ना। वो मेरी दुकान पे बैठा हुआ था, वो पेशाब करने के लिए खाली पार्क में गया था। तब तक 3-4 लड़कों ने उसकी चाकू घोंप के हत्या कर दी। 4 लड़कों से चाकू मारा और 3 लड़के पकड़े भी लिए हैं। अब उनसे क्या कबूल करवा रहे, क्या नहीं करवा रहे, ये पता नहीं हमारे को। अभी हम खाली हॉस्पिटल और इधर से चक्कर ही लगा रहे, खाली हमारे को इतना पता चला है. കടയിലിരിക്കുകയായിരുന്ന ലാലുവിനെ 4 പേർ ആക്രമിച്ചു എന്നാണ് ആ സഹോദരൻ ഇപ്പോൾ പറഞ്ഞത്. അതായത് പോലീസ് പറഞ്ഞത് പക്ഷേ 3 കൗമാരക്കാരാണ് ആക്രമിച്ചതെന്നാണ്. പക്ഷേ ഒരാൾ കൂടി ഉണ്ട് എന്ന് ആ കടയുടമയും അല്ലെങ്കിൽ മരിച്ച ലാലുവിന്റെ സഹോദരനുമായിട്ടുള്ള ഈ വ്യക്തി പറയുന്നു. മാത്രമല്ല, അത് കണ്ടു നിന്ന മറ്റൊരാളും പറയുന്നത് 4 പേരുണ്ടായിരുന്നു എന്നാണ്. ഒരാൾ പിന്നിൽ നിന്ന് പിടിച്ചു നിർത്തി ലാലുവിനെ അനങ്ങാൻ കഴിയാത്ത വിധത്തിൽ നിർത്തി. അതിനുശേഷമായിരുന്നു ഈ മറ്റുള്ളവർ ചേർന്ന് കുത്തുന്നത്. അങ്ങനെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അതിദാരുണമായിട്ടുള്ളൊരു മരണം, ഒരുപാട് രക്തം വാർന്നു പോയിരുന്നു. അതുകൊണ്ട് തന്നെ ജീവൻ രക്ഷിക്കുക പ്രയാസകരമായിരുന്നു. ഡൽഹിയിലേക്ക് ലാലു എത്തിയിട്ട് അധികം നാളായിട്ടില്ല, നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 4 പേരുമായി, ആക്രമണം നടത്തിയവരുമായി ഒരു തരത്തിലുള്ള മുൻപരിചയവും ആ യുവാവിനുണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും അവിടെയുണ്ടായ ആ തർക്കം തന്നെയാണ് ഈ പ്രകോപനമായതെന്നും കൊലപാതകത്തിലേക്ക് എത്തിച്ചതും എന്നുള്ള നിഗമനം തന്നെയാണ് പോലീസിനും ഈ സഹോദരനുമൊക്കെ ഉള്ളത്. ആ സഹോദരനും ഉറപ്പിച്ച് പറയുന്നുണ്ട് ലാലുവിന് ഇവരെ മുൻപരിചയം ഇല്ല എന്ന്. ആ പാർക്കിൽ പലരും വന്നു പോകുന്നു, അങ്ങനെ വന്നു പോകുന്നതിൽ ആരോ എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു പ്രതീക്ഷ. എന്താണെങ്കിലും കഴുത്തിലും വയറിലും നെഞ്ചിലും കുത്തേറ്റ ലാലുവിനെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും
അവൻ്റെ മരണം സംഭവിച്ചിരുന്നു. രക്തം വാർന്ന് ആശുപത്രിയിലെത്തും മുമ്പ് തന്നെ ആ യുവാവ് ജീവൻ നഷ്ടമായി. എന്തായാലും പ്രതികൾ 3 പേരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കുത്താൻ ഉപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.